ഈ വണ്ടിയുടെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വണ്ടിയുടെ സസ്പെൻഷനിൽ ചെറിയ കരകര സൗണ്ട് കേൾക്കുന്നുണ്ട്. പണ്ട് ഇതുപോലെ വലിച്ചാച്ചൻ്റെ വീട്ടിൽ പോയി ഞാൻ അവിടെ എന്തോ ഫംഗ്ഷന് പോയിട്ട് അത് റോട്ടിൽ അന്ന് ഫംഗ്ഷനിലുകൊണ്ട് മുറ്റത്തല്ല വർക്ക് ചെയ്ത് റോട്ടിലാണ് വർക്ക് ചെയ്തത്. റോട്ടിൽ വർക്ക് ചെയ്ത് അങ്ങോട്ട് പോയപ്പോൾ വണ്ടിക്ക് സൗണ്ട് ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഇനി കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് ശേഷം വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇലക്ഷൻ റിസൾട്ട് എന്നാ വന്നത് അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്. തിങ്കളാഴ്ചയ്ക്ക് ശേഷമാണ് വന്നത്. ഈ കരകര സൗണ്ട് കേട്ടു തുടങ്ങി. ഈ ടൊയോട്ട വെറും തല്ലിപ്പൊളി വണ്ടി വന്നു കേട്ടോ. കാരണം 30,000 കിലോമീറ്റർ ഓടി. അതിനിടയ്ക്ക് എൻ്റെ സസ്പെൻഷൻ 3 തവണയും കണ്ട് മാറ്റിയിട്ടുണ്ട്. അത് ഗ്യാരണ്ടി പീരീഡിൽ 2 തവണയും. ഞാനവിടെ ചെറിയൊരു ഡെൻറ്റ് വന്നിട്ട് ഇവിടെ മൂവാറ്റുപുഴ ടൊയോട്ടയിൽ 2 ആഴ്ച കൊണ്ടുവന്നിട്ട് അന്നേരം അത് പിന്നെ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് പിന്നെ ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ മാറ്റി തന്നു. അവർ തന്നെ അത് എടുത്ത് മാറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു, മൂവാറ്റുപുഴ ടൊയോട്ടക്കാർ. അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറേ നാൾ അവിടെ ഒരു ആക്സിഡൻറ്റ് ഇതായിട്ട് കൊണ്ടുപോകും. അപ്പോഴും അവിടെ ഇത് വന്നു സസ്പെൻഷൻ ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാത്രി ആരെങ്കിലും വീട്ടിൽ കയറി വന്നിട്ടില്ല. ലൈറ്റൊക്കെ ഇടുന്നുണ്ട് ഫ്രണ്ടിൽ. കാരണം കറണ്ട് പോയാലും ബാക്കപ്പ് ഇൻവേർട്ടറുണ്ട്. ചുറ്റുമുള്ള ലൈറ്റ് ഇട്ടാൽ കിടക്കാറ്. ഫ്രണ്ടിലൊന്നും ചെയ്യാൻ അത്ര എളുപ്പമല്ല. എന്തായാലും ടൊയോട്ട മോശമാട്ടോ. ഈ ഗൾഫിലുള്ള പേരുള്ള അവിടുത്തെ റോഡുകളിലൊക്കെ ആയിരിക്കും, ഇവിടെ മോശം. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഉള്ളതിൽ ഭേദം സുസൂക്കിയാണ്. അതിനൊരു പ്രധാന കാരണം ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി സർവീസ് ചെയ്യിച്ചില്ല. ഈ ലോക്കല് നമ്മുടെ മുമ്പിൽ നമ്മുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ എല്ലാ സർവീസും ചെയ്തത്. അതുകൊണ്ട് മറ്റേ മാരുതി സുസുക്കിക്ക് വലിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല, പഴയ 800. കാരണം അതിൻ്റെ എല്ലാ സർവീസും എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ നമ്മുടെ സാന്നിധ്യത്തിലാണ് ചെയ്തേക്കുന്നത്. അതിന് എന്തൊക്കെ മാറ്റിയിട്ടുണ്ടോ ഞാൻ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ മുമ്പിൽ വെച്ച് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ റെക്കോർഡിങ് ആണത് എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ റെക്കോർഡിങ് ഓണാക്കും. വണ്ടി മുമ്പോട്ട് നീങ്ങണതിന് മുമ്പ് പാർക്കിംഗ് ലോട്ടിൽ വെച്ച് തന്നെ ഓണാക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ ഓഫ് ചെയ്യും. അരമണിക്കൂർ റെക്കോർഡിങ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അത് നമുക്ക് DVD എഡിറ്റർ വെച്ച് 10 മിനിറ്റ്സ് ആയിരിക്കും 3 ആക്കാം. ഇൻസ്റ്റഗ്രാമിലും 10 മിനിറ്റ്സിന് മേലെ പോകാൻ ബുദ്ധിമുട്ടാണ്. യൂട്യൂബാണ് ഒറ്റയടിക്കാത്ത 30 മിനിറ്റൊക്കെ ചുമ്മാ പോകും.